കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം? ഉത്തരം ചൂലന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം തേക്കടി വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ നദി? ഉത്തരം പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മുതിരപ്പുഴ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട്? ഉത്തരം തമിഴ്നാട്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1984. പുരാണത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന വനമേത്? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം മംഗളവനം. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം കബനി. പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി? ഉത്തരം കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഉത്തരം കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഉത്തരം പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം മലമ്പുഴ ഡാം. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ നദി. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദി? ഉത്തരം പാമ്പാർ. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം മീനച്ചിലാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ശിരുവാണി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? ഉത്തരം 16 കിലോമീറ്റർ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഭാരതപ്പുഴ. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം? ഉത്തരം മലയാറ്റൂർ.
കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏത്? ഉത്തരം ചന്ദ്രഗിരി പുഴ. ജൈവ വൈവിധ്യത്തിൽ സമ്പുഷ്ടമായ നദി ഏത്? ഉത്തരം ചാലക്കുടി പുഴ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം നെയ്യാർ.